ആളെന്നെ വിളിച്ചിരുന്നു. ആളെന്നെ സാനിഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. എന്നെ ഡയറക്റ്റ് പോലും അല്ല വിളിച്ചത്. വിളിച്ചിട്ട് സംസാരിച്ചു കുറെ കൺവിൻസ് ചെയ്യാൻ നോക്കി. അപ്പൊ ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ വളരെ ഫേക്ക് ആയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയത്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നലെ മുതൽ പേളി മാണി മറീന ഇവരെ തമ്മിലുള്ള ഒരു ഇതാണല്ലേ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ മൊത്തം. ഇപ്പോൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കുറച്ച് വോയിസാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അപ്പോൾ ഇന്നലെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, മറീനനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പേളി മാണിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിന് ചൊല്ലിയിട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ഇവർ തമ്മിൽ പേഴ്സണലി ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ് മറീനയെ ഇൻ്റർവ്യൂ ചെയ്യാൻ പേളിമണി മടിച്ചത് എന്നൊന്നും അതിന് ഒരു വ്യക്തതയൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ പേളിമണി ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം പേളിമണി പ്രതികരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പേളിമാണിൻ്റെ അതേ രൂപസാദൃശ്യം ഉള്ളത് കൊണ്ടാണോ ഈ മറീനയെ ഇൻ്റർവ്യൂ ചെയ്യാത്തതെന്നൊക്കെ കുറച്ച് യൂട്യൂബേഴ്സൊക്കെ പറയണത് കേട്ടു. അതുപോലെ തന്നെ കമൻസിലും കാര്യങ്ങളൊക്കെ പറയണത് കേട്ടു. പേളിമണിക്ക് ഭയങ്കര അഹങ്കാരം കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിപ്പോൾ ചെറിയൊരു ആക്ട്രസ് അല്ലേ, വലിയ ഒരുപാട് ഇതായിട്ടുള്ള, അതുപോലെ നയൻതാര അങ്ങനെയുള്ള ആക്ട്രസ്സൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇതിപ്പോൾ ഒരു ചെറിയൊരു ആക്ട്രസ് ആയതുകൊണ്ടായിരിക്കാം പേളിമണിക്ക് അതിനോട് താല്പര്യമില്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും കുറച്ചൊക്കെ അതിൽ സത്യം ഉണ്ടെന്ന് തോന്നിയിട്ടാ. പേളിമണി ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പേളി പറയുന്നത് എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ആങ്കർ എന്നുള്ള നിലയ്ക്ക് പേളിക്ക് അതിനുള്ളൊരു പവർ ഇല്ല എന്നൊക്കെയാണ് പേളി പറയുന്നത്. ഇത് പിന്നെ ഷോ പ്രൊഡ്യൂസറാണ് അത് തീരുമാനിക്കുന്നത്, അല്ലാതെ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഞാനല്ല അത് തീരുമാനിക്കുന്നതൊക്കെയാണ് പേളി അതിൽ പറയുന്നത്. അപ്പോൾ ആരെയാണ് ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്, ആരെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ ഷോ പ്രൊഡ്യൂസറാണ് അത് തീരുമാനിക്കുന്നത്, അല്ലാതെ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല അത് തീരുമാനിക്കുന്നതെന്നൊക്കെയാണ് പേളി പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, മറീനയെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മറീന സംസാരിക്കാൻ കൂട്ടാക്കിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ കാര്യങ്ങളും എല്ലാം പേളി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ആ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞാൻ ഫുള്ള് വായിക്കുന്നില്ല കേട്ടോ, ആ സൈഡിൽ കാണിക്കാം. അപ്പോൾ അത് നോക്കിയാൽ മതി കേട്ടോ, ഒരുപാട് ഇതായി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ എന്താ പറയുക, ഇതിനെതിരെ മറീനയും പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ മറീന പറഞ്ഞ കാര്യം അതുപോലെ തന്നെ എന്താ പറയുക, പേളി പറഞ്ഞ കാര്യം തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നുണ്ട്. മറീന പറയുന്നുണ്ട് ഒരു ഫ്രണ്ട് മുഖേനയാണ് വിളിച്ചെന്നൊക്കെ, പേളിമണി വിളിച്ച് കോൺടാക്ട് ചെയ്ത് സംസാരിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. പേളി ശരിക്കും മറീനയെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മറീന പറയുന്നത് വേറൊരു ഫ്രണ്ട് വഴിയാണ് മറീനയെ കോൺടാക്ട് ചെയ്തതെന്നാണ് മറീന പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു 5 മിനിറ്റിൻ്റെ വോയിസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. അതും കൂടെ കേട്ട് അത് നിങ്ങൾ കറക്റ്റായിട്ട് കേൾക്കുമ്പോഴേ കാര്യം മനസ്സിലുള്ളൂ. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കൂ. ഞാൻ ആ റെസ്പോൺസ് കണ്ടു. ഞാൻ ആക്ച്വലി എനിക്ക് ഇന്നലെ മുതൽ ഇങ്ങനെ കോൾസ് വരുന്നുണ്ട് ഓൺലൈൻ മീഡിയന്നും അവിടെ നിന്നൊക്കെ. ഞാൻ ഒരാളെ കോളും എടുത്തിട്ടില്ല. ഒന്നാമത് എടാ ഞാനൊരാളുടെ പേര് പറയാനോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം അവരുടെ കരിയർ വൈസുള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ വീഡിയോയോ അങ്ങനെ ചെയ്ത വീഡിയോ ഒന്നുമല്ല. കാരണം അലിഗേഷൻ വന്നപ്പോൾ ആദ്യം വേറൊരു ആങ്കറിനെയും കൂടെ അതിൽ ഇൻവോൾവ് ആയിരുന്നു പേര്. അപ്പം ഞാൻ ആകെ അയ്യോ ഞാൻ പറഞ്ഞത് അബദ്ധമായോ എന്ന് എനിക്ക് തോന്നിയിരുന്നു ഒരു പോയിന്റിൽ. പക്ഷെ നമ്മളടുത്ത് ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ നമ്മളത് പറയുമല്ലോ. അതിൽ പോലും ഞാൻ ആളുടെ പേര് ഒന്നും പറയരുത്, ഇൻസിഡന്റ് ഇതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയതാണ്. അപ്പം ആളിപ്പോ ഇങ്ങനെ ആളെന്നെ വിളിച്ചിരുന്നു. ആളെന്നെ സാനിഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. എന്നെ ഡയറക്റ്റ് പോലും അല്ല വിളിച്ചത്. വിളിച്ചിട്ട് സംസാരിച്ചു കുറെ കൺവിൻസ് ചെയ്യാൻ നോക്കി. അപ്പൊ ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ വളരെ ഫേക്ക് ആയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയത്. വെച്ചാൽ ഞാൻ ഇത് ഫ്ലവേഴ്സിൽ കട്ടുറുമ്പ് എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായിരുന്നു. ഈ കട്ടുറുമ്പ് എന്ന് പറഞ്ഞ ഷോയിൽ ഫസ്റ്റ് വിളിക്കും, ഫസ്റ്റ് വിളിച്ച് ക്യാൻസൽ ചെയ്യും, രണ്ടാമത് വിളിച്ച് ക്യാൻസൽ ചെയ്യും. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഇങ്ങനെ ഇനി നിങ്ങൾ ക്യാൻസൽ ചെയ്താൽ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് മൂന്നാമത് ഞാൻ വരുമ്പോഴേക്കും അതിൻ്റെ ആങ്കർ മാറിയിരുന്നു. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ പുള്ളിക്കാരിയാണ് ഹോസ്റ്റ് ചെയ്തതെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാനപ്പോൾ ആ സമയത്ത് വരുന്ന സമയത്ത് ഈ ചാനൽ ചീഫ്, ചാനലിൻ്റെ ഓണർ ശ്രീകണ്ഠൻ നായർ സാറും പുള്ളിക്കാരിയും തമ്മിൽ എന്തോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ട് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഈ ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരു വിൽസൺ എന്തോ പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ പറയുന്നത്. അന്ന് സ്വാസികയുണ്ട് അവിടെ. അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത്, ഈ പുള്ളിക്കാരിക്ക് എന്നോട് ഇഷ്യൂ ഉണ്ടെന്നുള്ളത്. അതിനുശേഷം
ഞാൻ ആളോട് ചോദിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യാനോ ഒന്നും പോയിട്ടൊന്നുമില്ല. പക്ഷെ പുള്ളിക്കാരി പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഇതായിട്ട് പെരുമാറും, ഡിഫറെന്റ് ആയിട്ട് പെരുമാറും. ഒരു കല്യാണമൊക്കെ വിളിച്ചു തന്നെ. സത്യത്തിൽ എന്നെ കല്യാണം അങ്ങനെ വലിയ വിളിയൊന്നുമല്ല വിളിച്ചത്, പക്ഷെ ഞാൻ ചുമ്മാ പോയി. എനിക്ക് അവരോട് കുഴപ്പമൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. അല്ലാതെ ഞാൻ അങ്ങനെ വിചാരിച്ചു, ലൈക്ക് അറ്റ്ലീസ്റ്റ് അവർ അങ്ങനെ വിചാരിച്ചോട്ടെ, എനിക്ക് അവരോട് ഒരു പ്രശ്നമില്ല എന്ന്. അതാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിൽ നിന്ന് പോകുമല്ലോ എന്ന് അങ്ങനെ വിചാരിച്ചിട്ട് അതിനൊക്കെ പോയെ. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞു. അപ്പം ഇവരെടുത്ത് ഇവരെന്നെ ഫോണിൽ വിളിച്ച സമയത്താണെങ്കിലും ഞാൻ ഇവർ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഞാൻ ഒരിടത്ത് റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് നിങ്ങളോട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ എനിക്കിങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. പിന്നെ എനിക്കത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇവര് തന്നെ വേറൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. കാരണം മുംബൈ ടാക്സി ഏതൊരു പടത്തിൽ അവരായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത്. അതിനുശേഷം അത് എന്നെ ആക്കിയപ്പോൾ അവർക്ക് അത് ഭയങ്കര മാനസികമായ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലാവും, അതൊക്കെ മനുഷ്യ സഹജമാണ്, അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, അത് ആ ഏജിന്റെയും എല്ലാം ആണ്. അതൊക്കെ പോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് സംസാരിച്ചിട്ട് ഞാനിത് എനിക്ക് വിശ്വാസം വന്നില്ല. കാരണം എന്നോട് ആദ്യം പറഞ്ഞത് സാറുമായിട്ട് പ്രശ്നമൊന്നുമില്ലെന്ന്, ശ്രീകണ്ഠൻ നായർ സാറുമായിട്ട് ഒരു പ്രശ്നമില്ല എന്നാണ് പുള്ളിക്കാരി പറയണത്. അപ്പൊ തന്നെ എനിക്ക് തോന്നി അത് സത്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കണെന്ന്. അപ്പൊ ഞാൻ ഓക്കെ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷയമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം വിശ്വസിച്ചു എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ ആണല്ലേ, ആ ഓക്കെ ഓക്കെ, പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച്. എന്നിട്ട് അവസാനം പുള്ളിക്കാരി എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടാണ് ആ കോൾ വൈൻഡപ്പ് ചെയ്തത്. ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയില്ലായിരുന്നു, ഐ ഡോണ്ട് ഈവൻ ന്യൂ ദാറ്റ് യു എക്സിസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടാണ് വെച്ചത് പിന്നെയും ഫോണ്. എനിക്കതിനും പരാതിയും കാര്യങ്ങളൊന്നുമില്ല. ആൾക്കാർ, ഞാൻ നിന്നോട് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിത് വേറൊരു പേഴ്സൻ്റെ അടുത്ത് ഒരു മീഡിയയിലെ ഒരു ക്യാമറയുടെ മുമ്പിലൊന്നും ഇരുന്ന് പറയാനോ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല ഇതിനെപ്പറ്റി. കാരണം എനിക്ക് ആളുടെ പേരും പറയണ്ട, എനിക്ക് ഒരു കാര്യങ്ങളും ഇനി ഫെർദർ ഡിസ്കസ് ചെയ്യണ്ട, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമല്ല. ഇപ്പം എല്ലാവരും പ്രായം ഒക്കെ മാറി. ഷീ വാസ് ഇൻ എ 20s നടക്കുമ്പം, അപ്പോൾ ഷീസ് ഇൻ എ 30s now. അപ്പം അതിൻ്റെ ഒരു മെച്യൂരിറ്റി വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അതല്ല എന്നുണ്ടെങ്കിലും ഐ ഹോപ്പ് ലൈക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം ബെറ്റർ ആവും എന്നുള്ളത്. എനിക്ക് അങ്ങനെ ഒരു ഇന്റൻഷനേ ഉണ്ടായിരുന്നില്ല ഒരാൾക്കിട്ട് പണി കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ ഇതാവണം എന്നുള്ളത്. ഐ ഓൾവേസ് വാണ്ടഡ് ടു മേക്ക് ഹർ ഫീൽ ലൈക്ക് എനിക്ക് അവരായിട്ട് ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് പിന്നീട് കാണുമ്പോൾ സംസാരിച്ചതും ഒക്കെ. അപ്പം എനിക്കറിയില്ല, എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് ആ വോയിസ്. എന്തായാലും ആ ഷോ നടക്കുന്ന സമയത്ത് ഈ ഷോയിലുള്ള ആൾക്കാരുമായിട്ട് എന്തായാലും പേളിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും അതിൻ്റെ ക്ലാരിഫൈ ഒക്കെ പേളി തന്നെ പറയട്ടെ. ഇനിയിപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അപ്പോൾ ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്നുള്ളപ്പോൾ പറഞ്ഞിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുവാണെങ്കിൽ അത് പറഞ്ഞു തീർക്കുക. അല്ലാതെ മനുഷ്യരാണ്, നമ്മളത് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് അതൊരു ആ ശത്രുത കൂട്ടാതെ എന്തെങ്കിലും ആ കാര്യങ്ങൾ പരസ്പരം പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക. അത് വേറൊരാൾ മുഖേന പറയുന്നതിനേക്കാളും പരസ്പരം പറഞ്ഞു തീർക്കുകയാണെങ്കിൽ അത് തീരാവുന്നത് പ്രശ്നങ്ങളേ ഉള്ളൂ. അത് മറീന പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, വേറൊരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് കോൾ ചെയ്ത സമയത്തും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും ആ ഒരു ഇൻസൾട്ടിങ് എന്തായാലും ആർക്കും അത് ഇതാകാൻ പറ്റില്ല. എന്നിട്ടും പുള്ളിക്കാരി ക്ഷമിച്ചുവെങ്കിൽ പുള്ളിക്കാരിയുടെ മറീനയുടെ ആ ഒരു ഇതെന്ന് പറയാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു തീർക്കുക. അപ്പോൾ അതുമല്ല, പേളി കോൺടാക്റ്റ് ചെയ്തിരിക്കുന്നത് വേറൊരു ഫ്രണ്ടിൻ്റെ ഫോണിൽ നിന്നാണ് കോൺടാക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പേളിക്ക് തന്നെ ഡയറക്റ്റ് പേളിയുടെ ഫോണിൽ നിന്ന് സംസാരിച്ചാൽ മതിയായിരുന്നല്ലോ. അതുപോലെ വിളിച്ച് സംസാരിച്ചപ്പോഴും ഭയങ്കര ഫേക്കായിട്ടാണ് സംസാരിച്ചതെന്നൊക്കെ മറീന പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോർമലി സംസാരിക്കുന്നതും ഒരു ഫേക്കായിട്ടുള്ള ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അതൊക്കെയാണ് മറീന അവിടെ ആ വോയിസിൽ പറയുന്നത്. എന്തായാലും ഈ ഒരു കാര്യം ഇവർ നല്ല രീതിയിലല്ല എന്തായാലും സംസാരിച്ച് വെച്ചിരിക്കുന്നത്, അതെന്തായാലും ഉറപ്പാണ്. ദേഷ്യത്തിൻ്റെ ഇതിൽ കട്ട് ചെയ്തിട്ട് പോവുകയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഇവർ തമ്മിലുള്ള ഇഷ്യൂവും കാര്യങ്ങളൊന്നും തീർന്നിട്ടില്ല. അവർ ദേഷ്യത്തിൽ തന്നെയാണ്, പേളിമണി ദേഷ്യത്തിൽ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത് നമുക്ക് മറീനയുടെ വോയിസിൽ നിന്നും എന്തായാലും വ്യക്തമാണ്. മറ്റുള്ളവർ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും സെലിബ്രിറ്റീസാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും മറ്റുള്ളവർ അത് ചർച്ച ചെയ്യപ്പെടും. ഈ സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതെന്തായാലും ലോകമെമ്പാടും അറിയും. അതുകൊണ്ടാണ് ഇത് കൂടുതൽ ആൾക്കാരും ഇതെടുത്ത് ചർച്ച ചെയ്യുന്നത്.
അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും പേഴ്സണലി ദ്രോഹിക്കാനോ പേഴ്സണലി നിങ്ങളെ കുറ്റപ്പെടുത്താൻ ആരും ഇതിന് മുന്നോട്ട് വരുന്നില്ല. നിങ്ങൾ ഇത്രയും വലിയ സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യും. അതുകൊണ്ടാണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത്. അല്ലാതെ നിങ്ങളെ ആരും ടാർഗറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ വെച്ച് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല ആരും പ്രതികരിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. ഇതൊക്കെയാണ് അവർ തമ്മിൽ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവരുടെ ഇഷ്യൂസ് ഇവർ തന്നെ പറഞ്ഞു തീർക്കട്ടെ. അല്ലാതെ ഇപ്പോൾ നമ്മൾ മൂന്നാമതൊരാൾ ഇടപെട്ടിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇവർ സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് മാത്രമാണ് ഇത് ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിയിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.